ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രോഷേ ബേസിക് സീരീസ് പാർട്ട് 2. അപ്പോൾ ഇന്ന് നമ്മൾ ക്രോഷേ ബേസിക് സീരീസിൻ്റെ പാർട്ട് 2-ൽ ചെയിൻ സ്റ്റിച്ച് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്റ്റിച്ച് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ബാക്കി ക്രോഷേ ബേസിക്സ് എല്ലാം പഠിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്ലിപ്പ് നോട്ട് എന്താണെന്ന് അറിയാത്തവർക്ക് ഇന്നലത്തെ ക്രോഷേ ബേസിക് സീരീസിൻ്റെ പാർട്ട് 1-ൽ നമ്മൾ സ്ലിപ്പ് നോട്ടിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടാൽ മതി. സ്ലിപ്പ് നോട്ടിൻ്റെ ലൂപ്പ് കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഹുക്ക് അതിനകത്തോടെ പാസ് ചെയ്തിട്ട് ആ ലൂപ്പും ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയും യാൺ എങ്ങനെയാണ് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുന്നത് നോക്കാം. നമ്മുടെ ഹാൻഡിലെ 3 ഫിംഗേഴ്സിലൂടെ യാൺ 2 വട്ടം ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കണം. അതിന് ശേഷം നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിൻ്റെ അടിയിൽ കൂടെ യാൺ പാസ് ചെയ്തിട്ട് മിഡിൽ ഫിംഗറും തമ്പും കൊണ്ട് ക്രോഷേ ഹുക്കിൻ്റെ അടുത്തുള്ള ആ നോട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയും പിന്നെ താഴത്തെ 2 ഫിംഗർ കൊണ്ട് യാൺ സെക്യൂർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഹാൻഡിലെ 3 ഫിംഗേഴ്സിലൂടെ യാൺ 2 വട്ടം ചുറ്റിച്ചതിന് ശേഷം ഇൻഡെക്സ് ഫിംഗറിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് മിഡിൽ ഫിംഗറും തമ്പും കൊണ്ട് ക്രോഷേ ഹുക്കിൻ്റെ അടുത്തുള്ള ആ ഒരു നോട്ട് സെക്യൂർ ചെയ്തിട്ട് താഴത്തെ 2 ഫിംഗേഴ്സ് കൊണ്ട് താഴെയുള്ള 2 യാൺസ് സെക്യൂർ ചെയ്യണം. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഹുക്ക് നമ്മൾ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഈ ഒരു നൈഫ് പോലില്ലേ, അതുപോലെയാണ് ഞാൻ പിടിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് പിടിച്ചാൽ മതി. അതിനുശേഷം നമ്മുടെ ഹുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ താഴെ കൂടി ഇങ്ങനെ പാസ് ചെയ്യാം. ഇതിനെ നമ്മൾ യാൺ ഓവർ എന്നാണ് പറയുന്നത്. എന്നിട്ട് താഴെയുള്ള ലൂപ്പിലേക്ക് ഇങ്ങനെ താഴ്ത്തി കൊടുക്കാം. ഇതിനെയാണ് പുൾ ത്രൂ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ കൂടെ താഴേക്ക് താഴ്ത്തി കൊടുക്കുക, യാൺ ഓവർ, പിന്നെ പുൾ ത്രൂ. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. ആദ്യം ലെഫ്റ്റ് സൈഡിൽ താഴെ കൂടെ നമ്മൾ യാൺ ഓവർ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പുൾ ത്രൂ ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇടുന്നത്. ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് പഠിച്ച് പെർഫെക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ക്രോഷേ ബേസിക്സ് എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റൂ. ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കഴിയുമ്പോഴുള്ള ഫൈനൽ റിസൾട്ട് ദാ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ മുടിയൊക്കെ മെടലിരില്ലേ, അതുപോലെയാണ് നമ്മുടെ യാൺ കിട്ടുന്നത്. ഇത് നല്ല പെർഫെക്റ്റ് ആയെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ക്രോഷേ ബേസിക്സ് എല്ലാം നമുക്ക് ഇനി മുന്നോട്ട് പഠിക്കാൻ പറ്റൂ. അപ്പോൾ അടുത്ത ക്രോഷേ ബേസിക്സുമായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. ബൈ.